ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് വേസ്റ്റ് കോട്ടഡാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിംഗ് ബാഗാണ്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പെറ്റൽസ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ളതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ്, ഞാൻ ഷോപ്പിംഗ് ബാഗിൻ്റെ പീസാണ്, വൈറ്റ് കളറിലെ ഷോപ്പിംഗ് ബാഗാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള ഏത് പേപ്പർ ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷർട്ടിൻ്റെ അകത്തൊക്കെ വെച്ച് കിട്ടുന്ന ആ കാർഡ്ബോർഡ് പീസില്ലേ, അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുറേ പെറ്റൽസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത പെറ്റൽസും ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ പീസിലേക്ക് നമ്മൾ ഇത് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം വലിയ പെറ്റൽസ് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ചെറിയ പെറ്റൽസുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ പെറ്റൽസ് എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് വന്ന ആ റൗണ്ടില്ലേ, അതും ഇതിന് മുകളിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ഒരു ലുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പെറ്റൽസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം. പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യത്തെ ലെയറിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതും അതുപോലെ ഒരേ ഷേപ്പിൽ വരുന്നതുമായ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീഫുകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വലിപ്പം കുറയ്ക്കുന്നതും കൂട്ടുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ വലിയ ഒരു ലീഫുകളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ലീഫുകൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാലും അത്യാവശ്യം ഒരു വലുപ്പമുള്ള ലീഫുകളാണെങ്കിലും ഒരു ഭംഗിയുള്ളൂ. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ കറക്റ്റായ ലീഫിൻ്റെ സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു 4 ആവശ്യമുള്ളൂ. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ 4 ലീഫുകൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആ ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിക്ക് വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സിസേഴ്സ് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ചെറിയ സിസേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാർഡ്ബോർഡിനകത്ത് വൈറ്റ് പേപ്പർ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്കിനി അക്രിലിക് കളേഴ്സ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിന് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് എടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോർഡ് മൊത്തം നമുക്ക് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു 2 ലെയറെങ്കിലും അടിച്ചു കൊടുക്കണം. എന്നാലേ ഉള്ളൂ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ വാർണിഷ് അടിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വാർണിഷും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബോർഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലീഫുകൾക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ലൈറ്റ് ഗ്രീന് നമ്മുടെ ഇലകളിൽ ഫുൾ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡാർക്ക് ഗ്രീൻ വരുന്നത് നമ്മൾ മടക്കി കൊടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗങ്ങളിൽ ഇടവിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ലീഫിൻ്റെയൊക്കെ ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഡാർക്ക് ഗ്രീന് ലീഫിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഡാർക്ക് അടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ലീഫിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സിന് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് പിങ്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലവേഴ്സിൽ കളർ അടിച്ചു കൊടുക്കാനായിട്ട്. എന്നാലേ ഉള്ള ആ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ആ ലൈനിങ് വരത്തില്ലേ, ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫുള്ള് ഇതുപോലെ കളർ അടിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻ്റ് അടിച്ച് കൊടുക്കുമ്പോൾ ലൈറ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ലൈറ്റ് കളർ വന്നാലേ ഉള്ളൂ ഭംഗിയുള്ളൂ. ഇനി നമുക്കിതിന് നടുഭാഗത്തേക്കായിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഫെവിക്കോളുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഫ്ലവറിൻ്റെ അകത്തുള്ള ആ കറക്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 ഫ്ലവേഴ്സിലും ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെറ്റൽസിൻ്റെ അറ്റം വരുന്ന ഭാഗത്തേക്കും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ ബാക്കി എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ചെറിയ ചെറിയ ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട്. ഒരുപാട് വലിപ്പമുള്ള ഇടണ്ട, അത്യാവശ്യം വലിപ്പത്തിലുള്ളത് ഇട്ടാൽ മതി. എന്നാലേ ഉള്ളൂ നല്ലൊരു ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഫ്ലവറിന് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഫ്രെയിമിലേക്ക് നമുക്ക് ആദ്യം തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു തണ്ടേ എടുക്കണുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി തണ്ടുകൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തണ്ടുകൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 പോർഷനിലായിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്ലവേഴ്സ് രണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലീഫുകളോട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലീഫുകൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, മുകളിലും താഴെയുമായിട്ട്. ഇനി നമുക്ക് ലീഫുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലീഫുകൾ നമ്മൾ ഇതുപോലെ മുകളിലും താഴെയുമായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.